ദുബായിലെത്തിയിട്ട് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നാണ് ഇത് കാണുന്നത്. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ചൂടേരി. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഗൈസ്, കാരണം ഇത് ദുബായിയാണ്. ഹലോ മൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാൻ ദുബായിലെത്തിയ മെയിൻ കാരണം ബുർജ് ഖലീഫ. ഗൈസ്, ഓ ഗൈസ്, മുതലായി അതാണോ? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ എത്തിയ കാഴ്ചകളൊന്നും ആദ്യം കണ്ടിട്ട് വരും, ബാക്കി കാഴ്ച ഞാൻ കാണിക്കാം. അപ്പൊ ഗൈസ്, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ചേർത്ത് വെച്ച ഒരിടത്തിലേക്കാണ്. എവിടേക്ക്? ബുർജ് ഖലീഫ കാണാൻ. സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ അബു ഷഗാറ. ഞാൻ 4 ദിവസം എടുത്തിട്ട്. അപ്പോൾ നമ്മളെ അമ്മോനും ടീമും എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ വെയിറ്റ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, നമ്മളുള്ളത് നമ്മളെ ബിൽഡിങ് ആണ്, നമ്മളെ അപ്പാർട്ട്മെന്റ്. നമ്മളെ അമ്മോനും ടീമിനെയും കാത്തിരിക്കണം. നമ്മളിന്ന് 4ാമത്തെ ദിവസമാണ് ഇവിടെ എത്തിയിട്ട്. ഇന്നാണ് നമുക്ക് കറങ്ങാൻ പോകാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കൊടിയ വെയിലാണ്, കൊടിയ വെയിൽ. നിങ്ങൾ ഇതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര വെയിലാണ് ആ വരുന്നത്. അതല്ല, അതാണോ? അതാണ്. അപ്പം എന്താണ് അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നെസ്റ്റോ. ഇവിടെയുള്ള സകല സാധനങ്ങളൊന്നും. ഹലോ അതായി ഓന് കൊടുത്തോ. ഇനി പോൾ ഒരായി എടുത്താ എടുത്താ. സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ പോകുന്നത് എടുക്കാന്ന് വെച്ചാൽ ബുർജ് ഖലീഫ കാണാൻ. എന്തിനാ കൊടുക്കണേ? അത് വയ്യൊക്കെ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിലേക്കാണ്. ഷാർജയിൽ നിന്നും ദുബായിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചോ നമ്മുടെ ക്യാമറമാൻ, ഇന്നത്തെ നമ്മളെ ക്യാമറമാൻ. നിനുമോൾ ഹാപ്പി അല്ലേ? സെറ്റല്ലേ? അതെ. അപ്പൊ ഗൈസ്, ബാക്കി കാഴ്ചകൾ പോണ വഴിക്ക് നമുക്ക് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബുർജ് ഖലീഫയിലേക്കാണ്. എത്ര മണിക്കൂറായി? മണിക്കൂറൊന്നായിട്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ. എന്താ പറഞ്ഞോ? നിനുമോൾ പറയും. അപ്പൊ സുഹൃത്തുക്കളെ, കാണുന്നു നമ്മ ദുബായിയുടെ ബുർജ് ഖലീഫ. ദുബായ് മാളിലേക്കും ബുർജ് ഖലീഫയിലേക്കും നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബുർജ് ഖലീഫ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്, കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ദുബായ് മാളിന്റെ പാർക്കിങ്ങിലാണ്. ഇവിടെ ജബീൽ പാർക്കിംഗ്. ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. നമ്മളെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ. തുടക്കം ബംഗീരം. എത്തിയിട്ടില്ല. ഇതൊരു കാര്യം എനിക്ക് മൈക്കരുത്. അല്ല, ആ കാണാണ് ദുബായ് മാള്. അങ്ങനെ പോകുക അങ്ങോട്ട്. ആ കാണുന്ന ബുർജ് ഖലീഫ. 18 കൊല്ലമായിട്ട് ദുബായിലുണ്ട്, എന്നിട്ടും പൂതി തീരുന്നില്ല എന്നാണ്. 8 years. നിനുമോൾ 8 years ആയിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ 4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അജ്മാലിനെ ഫോൺ ചെയ്തത്. ഓക്കെ,
നമ്മളിപ്പോ എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നത് ദുബായ് മാളിലേക്കാണ്. ദുബായിലെ ഏറ്റവും വലിയ മാൾ ദുബായ് മാളല്ലേ? അത് പോയിക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതാവൂല. ഞാൻ വ്ളോഗ് എടുക്കണേ വ്ളോഗ് കിട്ടാം. അവന്റെ പൂജല്ലേ ചക്കൻ തുടങ്ങട്ടെ. സംസാരിക്ക്. ഇതിപ്പോ സ്റ്റാർട്ടാണ്. അതാ മെയിൻ മാളുകളിൽ കയറിയിട്ടില്ല. ജസ്റ്റ് പാർക്കിംഗ് ലോട്ടിന്റെ ഭാഗങ്ങളാണിത്. ഇത് കാണണൊക്കെ പാർക്കിംഗ് ലോട്ടെ ഒരു മാളൊക്കെ വെച്ചിരിക്കണ. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഗൈസ്. കാരണം ഇത് ദുബായ് ആണ്. ഇവിടുത്തെ രീതികൾ നമ്മുടെ ഇന്ത്യ മാതിരിയല്ല. അപ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ ഇവിടെ കാണും. അപ്പോൾ നമ്മളതൊക്കെ നമ്മൾ നോക്കണം അല്ലേ? ഓക്കെ നമ്മൾ ദുബായ് മാളിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എൻ്റർ ആയിട്ടില്ല. എൻ്റർ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇതാണ് 8 പ്രിൻസിപ്പിൾസ് ഓഫ് ദുബായ്. ദുബായിയുടെ 8 പ്രിൻസിപ്പിൾസ് ആണ് ഇത് കാണിക്കണത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചാൽ തീരൂല. അവൾ വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് വായിക്കുക അല്ലേ? ആ കാര്യം നല്ലത്. എന്തു പറഞ്ഞേ? ഞാനേ ആ പ്രിൻസിപ്പിൾസ് പറഞ്ഞെടുക്ക, സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞെടുക്ക. ബേബി കെയർ. ഓ ദുബായ് മാൾ. ഇൻഷാല്ലാ ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പ് ഭാഗ്യല്ല ക്യാപ്പാ. 4 ദിവസമായിട്ട് ഏതൊക്കെയോ റെസ്റ്റോറൻറ്റിൽ കയറിയോ അവിടെ ഒക്കെ കൊടുത്ത കേക്കണം. പൈക്കോനും കൊടുക്ക്. ചൈന മാർട്ട് LED ബോർഡ് മൈക്ക് കൊടുക്കോന്. ഓനെ കൂടുതൽ സംസാരിക്കുന്നവർക്ക് ഇതിപ്പോ നാട്ടിലെ പല മാളുകൾ നമ്മൾ കണ്ടിട്ടെങ്കിലും ഇതിൽ ചില സ്ഥലത്ത് എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അല്ലേ? നോക്കൂ ഗൈസ് ഇതിന്റെ ബ്യൂട്ടി. ഒരു ചളിയില്ല, ഒരു ഐക്കുന്ന സാധനമല്ല ഇവിടെ അല്ലേ? ഓക്കെ നാട്ടിനെ കമ്പയർ ചെയ്യൂല. മിനിമോള് പറയണത് എന്താ വെച്ചാല് നാട്ടിനായിട്ട് കമ്പയർ ചെയ്യരുതാണ്. കാരണം അതങ്ങനെയാണ്. ഞാന് ഉച്ചക്ക് നല്ല ഉറക്കിറങ്ങാ. അപ്പൊ ഇടക്കിടക്ക് വന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ സംഭവം. പറയും ചെക്കന് ക്ഷീണം. ഇപ്പൊ പറയണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല, ഭയങ്കര ക്ഷീണം. സംഭവം എന്താ? വിളിക്കുന്ന സമയത്ത് ഉറങ്ങാം. അവനക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടി, ചൂടായിട്ട്. കുറച്ചേരം വെയിറ്റ് ചെയ്യും. ചില്ലറ പേടിയല്ല. അപ്പൊ ഇറങ്ങണല്ലേ, വിശക്കും. തലപൊളിയല്ലേ? തലപൊളിയിൽ ചില്ലറ തലപൊളിയല്ല. സുഹൃത്തുക്കളെ നിങ്ങൾ അനുഭവിക്കണം ചൂട് നല്ല ചൂടാണ് അറിയാം. ചൂട് അതിനല്ലേ നമ്മളെ നിന്നെ മാളിലേക്ക് കൊണ്ടുവന്നത്. ആ ചൂട് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിട്ട് അല്ലേ? മാളില് കണ്ടിട്ട് എന്റെ മനസ്സും എന്റെ എല്ലാ ശരീരമൊക്കെ ഒന്ന് തണുത്ത് ഇത്രയും നൈസ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടോ? ദുബായ് മാളിലേക്ക് വന്നിരിക്കുന്നത്. ചൂട് ഇവിടെ ചൂടിനാട്ടും ചൂടാ. ഡബിൾ ചൂട് അല്ല, ട്രിപ്പിൾ ചൂട്, 10 ചൂട്. ഇവിടെ ഇല്ലുണ്ട്, ഇവിടെ ഫുൾ ഉണ്ട്. അതത്രേ ഉള്ളൂ. അക്കോറിയാണ് ഗൈസ്, അക്കോറിയാണ്. നമുക്ക് വലിയ വലിയ മീനുകളെ കാണാം. ചിരിച്ചുണ്ടേ എത്ര ധൂമേതാ.
aquarium is nice. Digo. ഇത് അഡ്വഞ്ചർ. സാധനം ഏത് കണ്ണ് Mermaids Arabia and the world of magic. അടിപൊളിയൊരു കിടിലൻ കഫേ, കയാലി കഫേ. ഏതാ സെറ്റപ്പില്ലേ. നമ്മളിപ്പോൾ എൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്, ബുർജ് ഖലീഫ കാണാൻ. ഓ ഇതാ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ സ്വന്തം ബുർജ് ഖലീഫയുടെ. ഇവിടെയാണോ? ഇന്ത്യ സൈഡാണോ? അല്ല, ഈ സൈഡാണോ? അല്ല, അതാ 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 അതെ. അതായത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു സാക്ഷാത്കാരം കൂടെ ഫുൾഫിൽ ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നു ആ ലോക അത്ഭുതങ്ങൾ. ഓ വിഷയം 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 ഗായ്സ്. ഉള്ളുകാറ ദുബായിലെത്തിയിട്ട് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നാണ് ഇത് കാണുന്നത്, കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ചൂടേരി. നമ്മളിപ്പോ ഉള്ളതേ ദുബായ് മാളിലെ ഉള്ളിലാണ്. ഇത് തീരാത്ത മാള്. അപ്പൊ ഞാൻ കണ്ടു ചൈന ടൗൺ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ചൈന ടൗണിലേക്ക് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം, എന്താ ചൈന ടൗണിൽ ഇല്ലത്. ചൈന ടൗണിൽ എന്താ ഉള്ളത് നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഓ ചൈന ടൗണിൽ പല രാജ്യക്കാരുണ്ട്. ഇവിടെ അല്ലെങ്കിൽ എല്ലാ രാജ്യക്കാരുണ്ട്. ഓ ഇതാണ് ചൈന ടൗൺ സുഹൃത്തുക്കളെ. ഇതാണ് ചൈന ടൗണിൽ കാണാൻ സാധിക്കുന്നതാണ് പറയപ്പെടുന്നല്ലേ. അങ്ങനെ ആക്കാരം. ചെറിയൊരു വൈത്താര. ഇതിലാണ് അല്ല എൻ്റെ വന്നവരൊന്നും കാണാനല്ല. അല്ല നമുക്ക് കണ്ടുപിടിക്കാം സുഹൃത്തുക്കളെ. അപ്പൊ അങ്ങനെയാണ് കാഴ്ചയുടെ കടപ്പ്. ഞാനേ ചില സംഗതികൾ എടുക്കാൻ വിട്ടുപോവുകയാണ്. എക്സൈറ്റ്മെന്റിൽ പല സംഗതികൾ എടുക്കാൻ മറന്നു പോവുകയാണ്. അല്ലാ ഇങ്ങനെ പോയി നോക്കുമ്പോ ഇത് ഫുള്ളുണ്ടല്ലേ. ഞാൻ കരുതി
നമുക്ക് ഞാൻ ഇത് മാത്രമല്ല ഉള്ളുക്കുണ്ട് പോയേക്ക ഈ ചൈന ഇതൊക്കെ ചൈനീസ് നമ്മളെ ചൈനീസ് മാളിൽ ചൈനീസ് ഫുഡ് ഓർഡർ ചെയ്തു. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സെക്കൻഡ് ഇത് ഇതെന്ത് സാധനം പറഞ്ഞ പേര് പറഞ്ഞ ടോഫു ഗൈസ്. ഇതാണ് ടോഫു. അമ്മോനാണ് ടോഫാണ് നമ്മൾ കഴിക്കുന്നത്. ട്രൈ ചെയ്യണല്ലോ. അപ്പൊ ഗൈസ് ഫിനിഷ് ആക്കിയിട്ട് വരാം എന്താണെന്ന്. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മൾ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മളെ ബുർജ് ഖലീഫ ദുബായ് മാൾ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ്. പോണ പോക്കിൽ ചെക്കനെയും കൂട്ടി ചെക്കൻ നമ്മളെ കൂടെ വരാൻ കഴിഞ്ഞില്ല, ഓഫീസ് ഉണ്ടായിരുന്നില്ലേ. പ്രവാസ ജീവിതം ഗൈസ്. അപ്പോൾ നമ്മളെ ബിൽഡിങ്ങൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്ര മാത്രമാണ് ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫുഡ് കഴിക്കണ കാണിച്ചു തരാൻ ആവതില്ലേ. അതുകൊണ്ടാണ് ഗൈസ് നമുക്കൊരു സ്പെഷ്യൽ ഫുഡ് വ്ളോഗ് ചെയ്യണം. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ ഗൈസ് ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻ്റ് എങ്ങനെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് നയിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇവിടെ എത്തിയത്. അപ്പോൾ താങ്ക് യു, ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.